ചപ്പാത്തി പരത്തിക്കേ. അത് നോക്കിയേ. ഹലോ, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ആദ്യം ആദ്യൻ്റെ കലാപരിപാടിയിൽ നിന്ന് തുടങ്ങാമെന്ന് ഓർത്ത് ഞാൻ ചപ്പാത്തി വരുത്താൻ വേണ്ടിയിട്ട് എല്ലാം മാവൊക്കെ കുഴച്ചെല്ലാം ആക്കി വെച്ചത്തേലും അവൻ എനിക്കും വേണമെന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങിച്ചുകൊണ്ട് പോയതാണ്. അപ്പോൾ ഞാൻ അവനക്ക് കൊടുത്തപ്പോൾ അവൻ കോലും വേണം അവനക്ക് പരത്താനുള്ളത്. അപ്പോൾ അതും കൊടുത്ത് എല്ലാം കൊടുത്തിരുത്തി അവനും വാപ്പിയും കൂടി ഇരുന്ന് കളിക്കണയാണ് ആക്കേണ്ടത്. പിന്നെ ഞാൻ ചപ്പാത്തി വരുത്താൻ തുടങ്ങി. ഇന്ന് ഞാൻ രാത്രിയിലത്തെ ചെറിയൊരു വ്ളോഗാണ് കാണിക്കുന്നത്. എല്ലാ ചപ്പാത്തി നല്ല ഷേപ്പിനൊന്നുമല്ല കിട്ടുന്നത്, എന്നാലും ചിലതൊക്കെ ഞാൻ റൗണ്ടാക്കി എടുക്കും കേട്ടോ. ചപ്പാത്തി വരുത്തിക്കൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്കാണ് ഇക്കാക്ക സമൂസ പകുതി കഴിച്ചിട്ട് നീ കഴിച്ചോന്നും പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ സമൂസയും കഴിച്ച് ചപ്പാത്തിയും പരത്തി ചുട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ ചപ്പാത്തി ചുടുമ്പോൾ പൊങ്ങാൻ വേണ്ടിയിട്ട് പാത്രത്തിൽ നിന്ന് മാറ്റിയ ഗ്യാസിൻ്റെ മേളിലേക്ക് തീ കത്തുന്നതിൻ്റെ മേളിലേക്ക് വയ്ക്കും. അപ്പോൾ നല്ലോണം പൊങ്ങി കിട്ടും കേട്ടോ. പിന്നെ ചിലത് പൊങ്ങൂല, എന്നാലും മിക്കതും പൊങ്ങാറുണ്ട്. പിന്നെ ഞാൻ ആദ്യം തന്നെ ചപ്പാത്തി ചുട്ട് നാവ് കഴുകണില്ല, മൊത്തം വെള്ളി വീഴുമല്ലോ. ചപ്പാത്തി ചുട്ട് കൊടുത്തായിരുന്നു കേട്ടോ. അതും വച്ച് കൊടുത്തിട്ടാണ് അവനക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ മാവും കൊടുത്ത് അവിടെ ഇരുത്തിയേക്കുന്നത്. അപ്പം അതും കഴിച്ചുകൊണ്ട് അതും കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ. ഇപ്രാവശ്യം വെച്ചത് പൊങ്ങിയില്ല കേട്ടോ. എല്ലാവരും പറയുമ്പോൾ ചിലത് ശരിയാവും ചിലത് ശരിയാവില്ല, അങ്ങനെ ആയിപ്പോയത്. പിന്നെ എന്നും വീട്ടിൽ ചപ്പാത്തി അങ്ങനെ ഉണ്ടാക്കാറില്ല കേട്ടോ. ഇടയ്ക്ക് ഞാൻ ഇക്കാലത്ത് വാങ്ങിക്കാൻ പറയും. ബീഫ് കറിയൊക്കെയുള്ള ദിവസമൊക്കെ ചപ്പാത്തി രാത്രി വാങ്ങിച്ചിട്ട് വരും. പിന്നെ ഇന്ന് നെജമോളം ഉറങ്ങിക്കിടക്കണോണ്ട് ഞാൻ വേഗം ഉണ്ടാക്കാമെന്ന് ഓർത്ത് വേഗം ഉണ്ടാക്കിയത് എന്നും. പിന്നെ ചപ്പാത്തിക്ക് കഴിക്കാൻ ചെറിയ കുഞ്ഞു ചാള ഞാൻ മുളകിട്ട് വെച്ചിട്ടുണ്ടായിട്ടോ. രാവിലെ ആദൂന് പനിയായതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയേക്കുമായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് 2 മണിക്കായി പോയി വന്നപ്പോൾ ഞങ്ങൾ വീട്ടിൽ ചോറുണ്ടായി, കറി തറവാട്ടിൽ നിന്ന് എടുത്തു. ഉച്ചയ്ക്കത്തെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞാൽ ഞാൻ മീൻ വെളി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് കറി വെച്ച്. അപ്പോൾ ഞാനടുത്ത് രാത്രി ചപ്പാത്തി ഉണ്ടാക്കാമല്ലോ, എന്നും ചോറല്ലേ കഴിക്കണം. പിന്നെ അടുക്കളയിൽ നിൽക്കുമ്പോൾ ഈ ചൂടിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ഭയങ്കര ദാഹം കേട്ടോ. അതുകൊണ്ട് ഞാൻ കപ്പിനകത്ത് തണുത്തോളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇടയ്ക്ക് അതെടുത്ത് കുടിക്കാം. അപ്പോൾ നല്ല സുഖമാണ്. ചൂടിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ തണുത്തോളം നിൽക്കുമ്പോൾ നല്ല സുഖം കേട്ടോ. എൻ്റെ ചപ്പാത്തി പൊങ്ങി വരണ വരവ് കണ്ടോ. ഇത് കണ്ട ആരും എന്നെ ചപ്പാത്തി ഉണ്ടാക്കാൻ വിളിച്ചേക്കല്ല കേട്ടോ. ഈ തീൻ്റെ മേളിൽ വെച്ച് പൊക്കിയെടുക്കുന്ന സംഭവം എൻ്റെ നാത്തും പറഞ്ഞു തന്നിട്ട് എനിക്ക്. പിന്നെ ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അടുക്കള നോക്കിയപ്പോൾ എനിക്ക് ആകെ വട്ടെടുക്കുമായിരുന്നു. ഇങ്ങേറ്റം വരെ അങ്ങേറ്റം വരെ പാത്രമൊക്കെ നിരന്ന് എടുക്കുമായിരുന്നു. പിന്നെ അതെല്ലാം ഒതുക്കി എല്ലാം പറക്കി വെച്ച് ഞങ്ങൾ ചപ്പാത്തി ആക്കിയിരുന്നു. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല, നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. താങ്ക് യു.